അസ്സലാമലൈക്കും കൂട്ടുകാരെ, ഇന്ന് എല്ലാ വീട്ടുകാർക്കും ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകളാണ് കാണിക്കുന്നത് കേട്ടോ. വീഡിയോ മുഴുവനായിട്ട് കാണണം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റിൽ അറിയിക്കണം. ആദ്യമായിട്ട് കാണുന്ന പുതിയ കൂട്ടുകാരെ സബ്സ്ക്രൈബും ചെയ്യണേ, ലൈക്കും കമൻറ്റും ചെയ്യണേ. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കണം കേട്ടോ. ആദ്യമായിട്ട് ഞാനിവിടെ കാണിക്കുന്ന ടിപ്സാണ് നമ്മുടെ പഴയ കത്തി, അത് മൂർച്ചം കൂട്ടുന്ന 3 ടിപ്സുകളാണ് കാണിക്കുന്നത് കേട്ടോ. പഴയ കത്തി ഇങ്ങനെ ടൈൽസിൻ്റെ അറ്റത്ത് വെച്ചിട്ട് ഇങ്ങനെ ഉരുതി കൊടുത്താൽ നമ്മുടെ കത്തിക്ക് നല്ല മൂർച്ചം വരും കേട്ടോ. പുതിയതുപോലെ നന്നായിട്ട് മൂർച്ചം വയ്ക്കൂട്ടാ. നിങ്ങളിത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത ടിപ്സാണ് നമ്മുടെ അമ്മിയിൽ നമ്മൾ കത്തി ഇങ്ങനെ ചെരിച്ച് വെച്ച് കൊടുക്കുക, എന്നാലും മൂർച്ച കൂടൂട്ടാ. നല്ല പുതിയ കത്തി പോലെ ആയി കിട്ടൂട്ടാ. ഇതും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂട്ടാ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഇപ്പം തന്നെ ലൈക്ക് ചെയ്തേട്ടാ. അടുത്ത ടിപ്സ്, നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ കുത്തുന്ന ആ ഒരു കല്ലുമ്മലോട്ട് നമ്മുടെ കത്തി ഇങ്ങനെ ഉരതി കൊടുക്കുക കേട്ടോ. എളുപ്പത്തിൽ പുതിയ കത്തി പോലെ നമുക്ക് ഉപയോഗിക്കട്ടെ. അടുത്ത ടിപ്സ്, നമ്മുടെ വീട്ടിൽ ഉരുളക്കിഴങ്ങ് വാങ്ങിയാൽ ഇതുപോലെ കെട്ടുപോവുകയും പൂത്തുപോവുകയും ഇതുപോലെ ഇങ്ങനെ മുള വരികയും ചെയ്യും. അത് മാറ്റാനായിട്ട് ഒരുപാട് നാൾ സൂക്ഷിക്കാനായിട്ട് ഉരുളക്കിഴങ്ങ് നമ്മൾ എടുത്തിട്ട് ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണം എടുത്തിട്ട് ഓരോന്നും നമ്മൾ മാങ്ങ പഴുക്കാൻ വെക്കും പോലെ ഉരുട്ടി വയ്ക്കുക. ഇതുപോലെ നിങ്ങൾ ഉരുളക്കിഴങ്ങ് സൂക്ഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് നാളത്തേക്ക് ഉരുളക്കിഴങ്ങിന് മുളയൊന്നും വരില്ല കേട്ടോ, കേടൊന്നും വരില്ല. ഒരുപാട് നാളത്തേക്ക് സൂക്ഷിക്കാൻ പറ്റും. ഇങ്ങനെ ഞാൻ ഇവിടെ എൻ്റെ കയ്യിലുള്ള ഉരുളക്കിഴങ്ങ് മുഴുവനും ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് അത് ഒരു പ്ലാസ്റ്റിക് കവറിൽ ഇട്ടിട്ട് സൂക്ഷിക്കുന്നുണ്ട് കേട്ടോ. ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കുന്നത്. ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ നമുക്ക് ഒരുപാട് കാലം എത്തിക്കാൻ കഴിയും. അടുത്ത ടിപ്സ്, നമ്മുടെ വീട്ടിൽ അകത്ത് നിന്നിട്ട് നമ്മൾ നഖം വെട്ടുമ്പോൾ നമ്മുടെ നഖം പുറത്തേക്ക് തെറിച്ച് പോയിട്ട് നമ്മൾ നോക്കി നടക്കുന്ന ഒരു അവസ്ഥ വരും. അപ്പോൾ നമ്മൾ നഖം വെട്ടുമ്പോൾ നഖം വെട്ടിയുടെ സൈഡിൽ ഇതുപോലൊരു സെല്ലോ ടേപ്പ് 2 സൈഡിലും ഒട്ടിച്ചു കൊടുക്കുക. എന്നാൽ നഖം വെട്ടുമ്പോൾ നഖം പുറത്തേക്ക് തെറിച്ച് പോവില്ല. ഈ ഒരു ടിപ്സും ഒരുപാട് പേർക്ക് ഉപകാരപ്പെടും. കാരണം അകത്ത് നിന്ന് നഖം വെട്ടുമ്പോൾ നിലത്ത് വീണ് കഴിഞ്ഞാൽ ചിലരൊക്കെ നോക്കി നടക്കുന്നത് കാണാം. എൻ്റെ വീഡിയോ കണ്ട് ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ ഫ്രണ്ട്സുകൾക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് വേണം കേട്ടോ. ഈ ഒരു ടിപ്സുകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിലും ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റിൽ അറിയിക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ്, കമൻറ്റ് മറക്കണം കേട്ടോ. അടുത്തൊരു ടിപ്സ്, പഴയ നഖം വെട്ടിക്ക് മൂർച്ചം കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഒരു മുട്ടത്തോട് എടുത്തിട്ട് നഖം വെട്ടി കൊണ്ട് വെട്ടി എടുക്കുക കേട്ടോ. അപ്പോൾ നഖം വെട്ടിക്ക് നല്ല മൂർച്ചം വരും കേട്ടോ. അടുത്തൊരു ടിപ്സാണ്, നമ്മുടെ പഴയ കത്രികക്ക് മൂർച്ചം കുറഞ്ഞെങ്കിൽ ഇതുപോലെ മുട്ടത്തോട് വെട്ടിയിട്ട് എടുക്കുക, എന്നാൽ കത്രികക്ക് നല്ല മൂർച്ചം വരും കേട്ടോ. ഇതും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിട്ടാ, ഉറപ്പായിട്ടും യൂസ്ഫുൾ ആവും കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്തൊരു ടിപ്സാണ്, നമ്മൾ കുക്കർ വിസിൽ പോകാൻ വേണ്ടി കൈകൊണ്ട് ഇതുപോലെ ചെയ്യാതെ ഒരു സ്പൂൺ ഇതുപോലെ വെച്ച് കൊടുത്താൽ പെട്ടെന്ന് വിസിൽ പോയി കിട്ടും കേട്ടോ. കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് പെട്ടെന്ന് കാറ്റ് പൊക്കിയെടുക്കാനുള്ളൊരു വഴിയാണ് കേട്ടോ. അടുത്തൊരു ടിപ്സ്, തേങ്ങ നമുക്ക് ഒരുപാട് കാലം സ്റ്റോർ ചെയ്യാനും ചിരണ്ടാൻ മടിയുള്ളവർക്കും ഇതുപോലെ തേങ്ങ ഓട് കഴിച്ച് എടുക്കും കേട്ടോ. എന്നിട്ട് അതിൻ്റെ തൊലി കളഞ്ഞിട്ട് മിക്സിയിലോട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ടിട്ട് അത് മിക്സിയിൽ നിന്ന് ചെറുങ്ങനെ പൊടിച്ചെടുക്കുക കേട്ടോ. എന്നാൽ തേങ്ങ ചിരവിയ പോലെ തന്നെ ഉണ്ടാവും. നമുക്ക് എത്ര നാൾ വേണമെങ്കിലും സൂക്ഷിക്കാം. ഇത് ക്വാണ്ടിറ്റി കൂട്ടിയിട്ട് നിങ്ങൾ ഇതുപോലെ ചെയ്തിട്ട് ഒരു പ്ലാസ്റ്റിക് കവറിൽ ടൈറ്റായിട്ട് കെട്ടിയിട്ട് ഫ്രീസറിൽ വെച്ചാൽ ഒരുപാട് കാലം തേങ്ങ കേടാവാതെ സൂക്ഷിക്കാനും കഴിയും. ആവശ്യത്തിന് ഇടയ്ക്കിടെ എടുക്കണമെങ്കിൽ അതിൽ നിന്ന് എടുക്കാനും കഴിയും. നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്ക്. നമുക്ക് എളുപ്പത്തിൽ കഴിയുന്ന ഒരു ടിപ്സാണ്. തേങ്ങ ചിരണ്ടി കൈ വേദനിക്കണ്ട കേട്ടോ. ഞാനിവിടെ തേങ്ങ മുഴുവനെ മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ മിക്സിയിൽ അടിക്കുമ്പോൾ ഫസ്റ്റിലിട്ട് തന്നെ അടിക്കണം കേട്ടോ. പെട്ടെന്ന് കിട്ടണം, റെഡി ആവണമെന്ന് വിചാരിച്ചിട്ട് ഫസ്റ്റിലെ തേർഡിലിട്ട് കഴിഞ്ഞാൽ മിക്സിക്ക് കംപ്ലൈൻറ്റ് വരും കേട്ടോ. ഫസ്റ്റിലിട്ട് പിന്നെ സെക്കൻഡിലിട്ട് തേർഡിലിട്ട് അങ്ങനെയാണ് അടിക്കേണ്ടത് കേട്ടോ. അങ്ങനെ നമ്മുടെ തേങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കറിയുടെ ആവശ്യത്തിനാണെങ്കിൽ ഇതിൽ തന്നെ കുറച്ച് വെള്ളം വെച്ച് അരച്ചെടുത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് കുറേ ക്വാണ്ടിറ്റി എടുത്തിട്ട് സ്റ്റോർ ചെയ്തും വെക്കാം കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ.